എത്തുന്നത്. ഈ ഛോട്ടാ മുംബൈ റിലീസിനെത്തുമ്പോൾ ഇതിന് മുമ്പ് ലാലേട്ടൻ്റെ 3 ചിത്രങ്ങളാണ് റിലീസ് വന്നിരുന്നത്. ഒന്ന് സ്ഫടികമാണ്, അതുപോലെ ഒന്ന് മണിച്ചിത്രത്താഴ്, അതുപോലെ തന്നെ ദേവദൂതനും. ഈ 3 ചിത്രങ്ങൾക്കും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. കാര്യം ഈ ചിത്രങ്ങളിൽ സ്ഫടികം ഒരു ഓൾ ടൈം എവർഗ്രീൻ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് കാലഘട്ടത്തിലും കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് സ്ഫടികം. അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് ഒരു ക്ലാസിക് ഹിറ്റാണ്. അപ്പോൾ അതിനും റിലീസിന് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവദൂതൻ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സിനിമയാണെങ്കിൽ കൂടി ആ വർഷം ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും കൂടെ ദേവദൂതന് കിട്ടിയതാണ്. പക്ഷേ ആ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറയൂ. പക്ഷേ ആ ചിത്രവും കാലം തെറ്റി വന്നൊരു ചിത്രമാണ്. അത് ഇന്നത്തെ കാലത്താണ് വന്നിരുന്നെങ്കിൽ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയായി മാറിയേനെ. ആ ചിത്രവും റിലീസിന് വരികയും ഒരുപാട് നാൾ ഓടുകയൊക്കെ ചെയ്തു. അപ്പോൾ മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ റിലീസ്